2025 വർഷത്തിലെ മെയ് മാസത്തിലെ സാമൂഹിക സുരക്ഷാ പെൻഷനായ 3200 രൂപയുടെ വിതരണം സംസ്ഥാനത്ത് അവസാനിക്കാനിരിക്കുന്ന സാഹചര്യത്തിലാണ് പുതിയ അറിയിപ്പ് വന്നിരിക്കുന്നത്. 55 ലക്ഷം വരുന്ന സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളിൽ നിന്ന് മാത്രം തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യ പെൻഷനുകൾ, വിധവാ പെൻഷനുകൾ, ഭിന്നശേഷി പെൻഷനുകൾ, കർഷക തൊഴിലാളി പെൻഷനുകൾ, അവിവാഹിത പെൻഷനുകൾ എന്നിവ കൈപ്പറ്റുന്നവർക്ക് തനത് പെൻഷനോടൊപ്പം കുടിശ്ശിക പെൻഷനും വിതരണം ചെയ്ത് പൂർത്തിയാക്കുന്നു. സാധാരണ തനത് മാസത്തെ പെൻഷൻ മാസാവസാനമാണ് വിതരണം ചെയ്യാറുള്ളത്. എന്നാൽ ഈ മാസം, അതായത് ജൂൺ മാസത്തിൽ ജൂൺ 10-ാം തീയതിക്ക് ശേഷം തന്നെ വിതരണം ചെയ്യുമെന്ന് ധനവകുപ്പ് വ്യക്തമാക്കി. സാമൂഹിക സുരക്ഷാ പെൻഷനോടൊപ്പം സർക്കാർ സഹായമായി വിതരണം ചെയ്യുന്ന ക്ഷേമനിധി ബോർഡ് വഴി പെൻഷൻ സ്വീകരിക്കുന്ന 8 ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് ജൂൺ മാസം അടുത്ത ആഴ്ചയോടെ തന്നെ വിതരണം ആരംഭിക്കുന്നതാണ്. ഇതിനുള്ള നടപടിക്രമങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചതായി ധനമന്ത്രി KN ബാലഗോപാൽ വ്യക്തമാക്കി. മെയ് മാസത്തിൽ 2 മാസത്തെ പെൻഷൻ വിതരണം ചെയ്തപ്പോൾ 8 ലക്ഷം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് 200 രൂപ മുതൽ 1000 രൂപ വരെ കുറവ് ഉണ്ടായിരുന്നു. ഇത്തരത്തിലുള്ളവർക്ക് ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇന്നലെ മുതൽ തുക എത്തിച്ചേരുന്നുണ്ടായിരുന്നു. ബാങ്ക് അക്കൗണ്ടിൽ തുക സ്വീകരിക്കുന്നവർക്ക് പുറമെ കൈകൾ തുക സ്വീകരിക്കുന്ന ആളുകൾ പെൻഷനുമായി ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് അക്കൗണ്ടുകൾ ആധാർ അധിഷ്ഠിതമാണോ എന്ന് വ്യക്തമാക്കണം. ആധാർ അധിഷ്ഠിതമായ വിവരങ്ങൾ, നിങ്ങളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് നിങ്ങൾ അവർക്ക് കൈമാറണം. നിങ്ങളുടെ അക്കൗണ്ട് ആധാർ അധിഷ്ഠിതമാണോ എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യണം. ഇത്തരത്തിൽ നടപടികൾ കൃത്യമായി ചെയ്ത ആളുകൾക്ക് മാത്രമാണ് അക്കൗണ്ടുകളിലേക്ക് തുക എത്തിച്ചേരുകയുള്ളൂ. ജൂൺ മാസത്തിലെ പെൻഷൻ തുക ജൂൺ 19-ന് മുന്നോടിയായിട്ട് തന്നെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിക്കാമെന്നാണ് സർക്കാരിൻ്റെ തീരുമാനം. കുടിശ്ശിക മുടങ്ങാതിരിക്കാൻ വേണ്ടി പെൻഷൻ ഗുണഭോക്താക്കൾ ജൂൺ 25 മുതൽ ജൂലൈ 24 വരെയുള്ള കാലങ്ങളിൽ മസ്റ്ററിംഗ് ചെയ്യാൻ ശ്രദ്ധിക്കുക.